4 വർഷം നാടിനിത് നേട്ടങ്ങളുടെ കാലം. ഇടതു ജനപക്ഷ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ 4 വർഷങ്ങൾ പിന്നിടുമ്പോൾ കേരള സംസ്ഥാനം സാക്ഷിയാകുന്നത് 4 പതിറ്റാണ്ടുകൾ കൊണ്ടുപോലും സാധ്യമാകാത്ത പുരോഗതിയുടെയും അതിജീവനത്തിന്റെയും കഥകളാണ്. ജനജീവിതത്തിന്റെ സമസ്ത മേഖലയിലും സർക്കാർ വികസനത്തിന്റെ നിറം പകർന്നു. പ്രതിസന്ധികളെ അതിജീവിച്ചും ദുർലാക്കോടെയുള്ള ആക്ഷേപങ്ങളെയും വികസന വിരുദ്ധ കൂട്ടുകെട്ടുകളെയും മറികടന്ന് ജനവിശ്വാസത്തിന്റെ ഉറപ്പു പകരുന്ന ആത്മവിശ്വാസം കൈമുതലാക്കിയ ഒരു സർക്കാരാണ് 4 വർഷത്തെ അഴിമതിരഹിത ജനസേവന പ്രവർത്തനങ്ങൾ കൊണ്ട് ചരിത്രത്തിൽ ഇടം നേടുന്നത്. വികസനവും വിവിധ മേഖലകളിലുള്ള വളർച്ചയും അടിസ്ഥാനമാക്കിയുള്ള ദേശീയ അന്തർദേശീയ സൂചികകളിൽ 1ാം സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്ന കേരള സംസ്ഥാന സർക്കാർ അഭിമാനപൂർവ്വം 5ാം ആണ്ടിലേക്ക് ചുവടുവെക്കുകയാണ്. റവന്യൂ വകുപ്പും കഴിഞ്ഞ 4 വർഷങ്ങളുടെ പ്രവർത്തനങ്ങൾ ജനസമക്ഷം അവതരിപ്പിക്കുമ്പോൾ അവയിൽ പലതും ചരിത്രപരമാണ്. മാറുന്ന ലോകത്തിനൊപ്പം നവീന വൈജ്ഞാനിക സാങ്കേതിക മാർഗങ്ങൾ പ്രയോജനപ്പെടുത്തി വികസനത്തിന് പുതുപുത്തൻ മുഖം വരയ്ക്കുകയാണ് റവന്യൂ വകുപ്പ്. ഡിജിറ്റൽ റീസർവേ, റവന്യൂ വകുപ്പ് സേവനങ്ങൾ ഓൺലൈൻ മുഖേന നൽകുന്നതിന് വേണ്ടിയുള്ള ജനസേവനങ്ങളുടെ പ്രയോഗം എന്നിവ റവന്യൂ വകുപ്പ് സേവനങ്ങൾക്ക് വേഗവും സുതാര്യതയും വർദ്ധിക്കുന്നതിന് കാരണമായി. പതിറ്റാണ്ടുകളായി കേരളം ആവശ്യപ്പെടുകയായിരുന്നു റവന്യൂ ഓഫീസുകളുടെ നവീകരണം എന്നത്. പഴമയുടെ നിറവും മുഖവും റവന്യൂ വകുപ്പിന്റെ അടിസ്ഥാന കാര്യാലയമായ വില്ലേജ് ഓഫീസുകൾക്ക് എന്നും ശാപമായിരുന്നു. ഇവിടെയാണ് 2021 മുതൽ 26 വരെ പൂർത്തീകരിക്കേണ്ട പ്രവർത്തനങ്ങൾക്ക് വിഷൻ ആൻഡ് മിഷൻ 2021-26 എന്ന പേര് നൽകി പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചത്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യവുമായാണ് 2021 വകുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ആപ്തവാക്യത്തെ അന്വർത്ഥമാക്കും വിധം തന്നെയാണ് റവന്യൂ വകുപ്പിന്റെ വിവിധ സേവന പ്രവർത്തനങ്ങൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത്. ഭൂരഹിതരില്ലാത്ത കേരളം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് നാം അതിവേഗം നടന്നെടുക്കുകയാണ്. അതിദരിദ്രരില്ലാത്ത കേരള സംസ്ഥാനം എന്ന വലിയ നേട്ടം നാം കൈവരിക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞ 4 വർഷം കൊണ്ട് 1,80,887 പട്ടയങ്ങളാണ് നാം വിതരണം ചെയ്തത്. പതിറ്റാണ്ടുകളായി ചവിട്ടി നിന്ന മണ്ണിന് ഉടമസ്ഥാവകാശം ലഭ്യമായ മനുഷ്യരുടെ സന്തോഷ അശ്രുക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത് കർമ്മനിരതയും നിശ്ചയദാർഢ്യവും കൈമുതലാക്കിയ ഒരു ജനകീയ സർക്കാരിനെയാണ്. മലയാള മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച അപ്രതീക്ഷിത പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്നതിനും ദുരന്തബാധിതരെ ചേർത്ത് നിർത്തുന്നതിനും കേരളം ഒരുമിച്ച് നിന്നു. വയനാട് ജില്ലയിലെ വെള്ളരിമലയും പുഞ്ചിരിമട്ടവും അട്ടമലയും മലയാളിയുടെ ഹൃദയങ്ങളിൽ ആഴത്തിലുള്ള മുറിവായി മാറിയിട്ടും നാം തളർന്നില്ല. അതിജീവനത്തിന്റെ കേരള മോഡൽ ലോകം ഒരിക്കൽ കൂടി സാക്ഷ്യം വഹിച്ചു. നാം ഇന്ന് വയനാട് ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സ്നേഹനഗരമായ ടൗൺഷിപ്പിന്റെ നിർമ്മാണത്തിലാണ്. മണ്ണെടുത്തുപോയ സ്വപ്നങ്ങളെ നാം പുനരുജ്ജീവിപ്പിക്കുകയാണ് ഇവിടെ. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടർ ഭൂമിയിലാണ് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത്. 2025 നവംബർ മാസത്തിനുള്ളിൽ ടൗൺഷിപ്പ് നിർമ്മാണം പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. 2022 ആരംഭിച്ച ചരിത്ര പദ്ധതിയായ ഡിജിറ്റൽ റീസർവേ 50 ലക്ഷം ലാൻഡ് പാർസലുകൾ പൂർത്തിയാക്കി അതിവേഗം മുന്നേറുകയാണ്. ഇതുവരെ 6,72,936.9 ഹെക്ടർ ഭൂമിയിലാണ് അളവ് പൂർത്തിയായത്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ റീസർവേ പഠിക്കുന്നതിന് നമ്മെ സമീപിക്കുന്നു എന്നത് അഭിമാനകരമാണ്. ഭൂമിയുടെ അതിർത്തികൾ ഡിജിറ്റലാകുന്നതോടുകൂടി പരമ്പരാഗത ഭൂ അതിർത്തി സങ്കല്പങ്ങൾ വിപ്ലവകരമായ മാറ്റത്തിന് കാരണമാവുകയും ചെയ്യും. റവന്യൂ ഓഫീസുകളുടെ കാലാനുസൃതമായ നവീകരണം ലക്ഷ്യമിട്ട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മാണ പദ്ധതിയും അതിവേഗം പുരോഗമിക്കുന്നു. സംസ്ഥാനത്താകെയുള്ള 1666 വില്ലേജ് ഓഫീസുകളിൽ
ഈ സർക്കാരിൻ്റെ കാലത്ത് മാത്രം 542 വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കി മാറ്റാൻ കഴിഞ്ഞു. സംസ്ഥാനത്ത് നിയമസഭാ സാമാജികരും സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മാണത്തിന് റവന്യൂ വകുപ്പിനെ സഹായിക്കുന്നു എന്നത് സന്തോഷകരമാണ്. ജനകീയ ജനാധിപത്യ ഇടപെടൽ ക്രിയാത്മക സ്വഭാവം കൈവരിക്കുന്നത് വികസന പ്രവർത്തനങ്ങൾക്ക് ഊർജദായകമാണ്. ഡിജിറ്റൽ റീസർവേ പദ്ധതി പ്രാവർത്തികമാകുന്നതോടുകൂടി രണ്ടാം ഭൂപരിഷ്കരണത്തിന് സമാനമായ ഒരു കുതിച്ചുചാട്ടം ഭൂഭരണ വിനിയോഗ മേഖലകളിൽ ദൃശ്യമാകും. എൻ്റെ ഭൂമി എന്ന സംയോജിത പോർട്ടൽ കേരളമൊട്ടാകെ പ്രവർത്തനക്ഷമമാകുന്നതോടെ റവന്യൂ, സർവേ, രജിസ്ട്രേഷൻ വകുപ്പുകളുടെ ഭൂമി സംബന്ധിയായ സേവനങ്ങൾക്ക് ഏകജാലക സൗകര്യം ലഭ്യമാകും. ഒരു കുടുംബത്തിലെ ഒരംഗത്തിനെയെങ്കിലും റവന്യൂ വകുപ്പിലൂടെയുള്ള ഓൺലൈൻ സേവനങ്ങൾക്ക് പ്രാപ്തനാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന റവന്യൂ സാക്ഷരതാ പദ്ധതിയും മുന്നോട്ട് പോവുകയാണ്.